പൂന്തോട്ടത്തിലെ അത്ഭുതം. ഒരു ദിവസം പുലർച്ചെ അടുക്കളയിലെ ജനൽ വിടവിലൂടെ നോക്കിയ ക്രോക്കുപാറ്റയും ചുട്ടുറുമ്പും കണ്ടത് മനോഹരമായൊരു പൂന്തോട്ട. ക്രോക്കു ചോദിച്ചു. ശരി, പക്ഷേ വളരെ സൂക്ഷിക്കണം. പുറം ലോകം വീടിന്റെ ഉള്ളിനേക്കാൾ വലുതാ. ചുട്ടു ഓർമ്മിപ്പിച്ചു. അവർ രണ്ടുപേരും ജനൽ വഴി പുറത്തിറങ്ങി. പച്ച പുല്ലുകൾക്കിടയിലൂടെ അവർ നടന്നു. പെട്ടെന്നൊരു ചെടിയുടെ ഇലക്കടിയിൽ നിന്ന് മനോഹരമായൊരു പാട്ട് കേട്ടു. ഇത് നമ്മുടെ പാച്ചു എന്ന പച്ചക്കുതിരയാണല്ലോ. ഹായ്, ഇന്ന് നല്ല പാട്ട്. ക്രോക്കു സന്തോഷത്തോടെ പാട്ടിനൊപ്പം ചുവട് വയ്ക്കാൻ തുടങ്ങി. എന്നാൽ ചുട്ടുവിന്റെ കണ്ണുകൾ ചുറ്റുള്ള മരങ്ങളിലേക്കും ആകാശത്തേക്കുമായിരുന്നു. അവൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ക്രോക്കു, നിർത്തൂ, ആ മരക്കൊമ്പിലേക്ക് നോക്കൂ. ഒരു വലിയ കാക്ക അവരുടെ തൊട്ടു മുകളിലുള്ള മാവിലിരിപ്പുണ്ടായിരുന്നു. കാക്കയുടെ കണ്ണ് നമ്മുടെ പാട്ട് പാടുന്ന പാച്ചു പച്ചക്കുതിരയിലും നൃത്തം ചെയ്യുന്ന ക്രോക്കുപാറ്റയിലുമാണ്. അയ്യോ, കാക്ക താഴേക്ക് പറക്കാൻ തുടങ്ങുകയാണേ. ക്രോക്കു പെട്ടെന്ന് തന്നെ പച്ചക്കുതിരയെ വിളിച്ച് ഒരു വലിയ കരിയിലയുടെ അടിയിലേക്ക് ഒളിച്ചു. ചുട്ടു ഒരു ചെറിയ കല്ലിന്റെ വിടവിലും കയറി. കാക്ക നിരാശയോടെ ചുറ്റും നോക്കി പറന്നുപോയി. ആ കാക്ക എന്നെ വിഴുങ്ങിയേനെ, പച്ചക്കുതിര കിതച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരാ? അപ്പോ ക്രോക്കു പറയാണ്, ഞാൻ ക്രോക്കു, ഇതെന്റെ കൂട്ടുകാരൻ ചുട്ടു, ഞങ്ങൾ അടുക്കളയിൽ നിന്ന് വന്നാണ്. ക്രോക്കു പരിചയപ്പെടുത്തി. പച്ചക്കുതിര അവർക്ക് നന്ദി പറഞ്ഞു. പ്രതിഫലമായി അവർക്ക് പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ലൊരു കാര്യവും കാണിച്ചു കൊടുത്തു. പൂന്തോട്ടത്തിന്റെ മൂലയില് വലിയൊരു പഴുത്ത മാമ്പഴം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മണം കേട്ട് ഒത്തിരി ഈച്ചകളും ഉറുമ്പുകളും അങ്ങോട്ട് വരുന്നുണ്ട്. ചുട്ടു മാമ്പഴം കണ്ട ഉടനെ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോ ക്രോക്കു അവനെ തടഞ്ഞു. ചുട്ടു നിൽക്ക, ആ മാമ്പഴത്തിന് മുകളിൽ നോക്ക്, കുറച്ച് ചിലന്തി വലകൾ കാണുന്നില്ലേ? നമ്മളതിൽ വീണ് ഒട്ടിപ്പോവാടാ. ക്രോക്കു പറഞ്ഞത് ശരിയായിരുന്നു. ആ മാമ്പഴത്തിന് ചുറ്റും കുറച്ച് ചിലന്തികൾ വല നെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പാവം ഈച്ചകള് അതിൽ കുടുങ്ങി കിടക്കുന്നത് അവര് കണ്ടു. ചുട്ടുവും ക്രോക്കുവും പച്ചക്കുതിരയും കൂടി ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. പച്ചക്കുതിര തന്റെ കാലുകൾ കൊണ്ട് ചിലന്തി വലയുടെ പശയില്ലാത്ത ഭാഗത്ത് ഒരു ചെറിയ കമ്പ് വെച്ചു കൊടുത്തു. ആ കമ്പിലൂടെ നടന്ന് അവര് മാമ്പഴത്തിന്റെ സുരക്ഷിതമായൊരു ഭാഗത്തെത്തി. 3 പേരും ചേർന്ന് വയറ് നിറയെ മാമ്പഴം കഴിച്ചു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോ ചുട്ടു പറഞ്ഞു, ക്രോക്കു, നീ ഇന്ന് കാക്കയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെട്ടേനെ. ക്രോക്കു തിരിച്ചു പറഞ്ഞു, നീ ഇന്ന് ചിലന്തി വല കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും കുടുങ്ങിയേനെ. നല്ല കൂട്ടുകാര് കൂടെയുള്ളപ്പോ ലോകം എത്ര വലുതാണെങ്കിലും നമ്മൾ സുരക്ഷിതരാണല്ലേ കൂട്ടുകാരെ? കഥ ഇഷ്ടായോ? കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.